നമസ്കാരം. യുദ്ധത്തിന്റെ 28ാം ദിവസം പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നീട്ടിയിരിക്കുകയാണ്. 10 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഫലപ്രദമെന്നും ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് വെടിനിർത്തലെന്നും ട്രംപ് പറയുന്നു. ആദ്യ വെടിനിർത്തലിന് മുൻപോ ശേഷമോ ചർച്ചയുണ്ടായിട്ടില്ലെന്ന് ആവർത്തിക്കുന്ന ഇറാന് മുന്നിലാണ് ട്രംപിന്റെ നാടകം. ട്രംപിന്റെ 15 സമാധാന പദ്ധതി തള്ളി 5 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇറാൻ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. ജനീവയിൽ സമാധാന ചർച്ച നടക്കുമ്പോൾ ആക്രമണം നടത്തിയ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ പോലും ഇറാൻ തയ്യാറല്ല. മേഖലയിൽ സൈനിക നീക്കം ശക്തമാക്കിയ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയ ഇറാൻ കരയുദ്ധത്തിനാണ് നീക്കമെങ്കിൽ അമേരിക്കയ്ക്ക് വിനാശമായിരിക്കും ഫലമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ വെടിനിർത്തലോ കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോ? ഷനാസ് വിദേശകാര്യ വിദഗ്ധൻ, മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ, ഷാബു പ്രസാദ് വലത് നിരീക്ഷകൻ, സജിമോൻ ആന്റണി മാധ്യമപ്രവർത്തകൻ അമേരിക്കയിൽ നിന്നും എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, രണ്ടാമത് ഒരു വെടിനിർത്തൽ, അതായത് വെടിനിർത്തൽ ദീർഘിപ്പിച്ചിരിക്കുന്നു 10 ദിവസത്തേക്ക് കൂടി എന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ നീക്കമെന്ന് ട്രംപ് പറയുന്നു. ഈ ചർച്ച, ആദ്യ വെടിനിർത്തലിന് മുൻപ് ഒരു ചർച്ച നടന്നെന്നോ അതിനുശേഷം ചർച്ചകൾ നടക്കുന്നെന്നോ പോലും സ്ഥിരീകരിക്കാത്ത ഇറാൻ അപേക്ഷിച്ചതിനാലാണ് വെടിനിർത്തലെന്ന് ട്രംപ് പറയുന്നു. ട്രംപ് ആരെയാണ് പരിഹസിക്കുന്നത്? അത്യന്തം നാടകീയമായ പ്രഖ്യാപനങ്ങളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി ഹോർമൂസ് തുറന്നില്ല എങ്കിൽ സർവനാശം എന്ന് പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപ് ആ 48 മണിക്കൂർ ആവുന്നതിന് മുൻപ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പോഴും ആക്രമണം നടക്കുന്നു. ഇപ്പോഴിതാ 5 ദിവസത്തെ ഡെഡ് ലൈൻ അവസാനിക്കാൻ പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് വീണ്ടും ഒരു 10 ദിവസം കൂടി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നാടകീയമായ പ്രഖ്യാപനങ്ങളാണ്. യഥാർത്ഥത്തിൽ എന്താണ് അമേരിക്കയുടെ മനസ്സിലൂടെ പോകുന്നത്? യാതൊരു രീതിയിലും പിടികൊടുക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ കരയുദ്ധത്തിനുള്ള സന്നാഹങ്ങൾ ഏതാണ്ട് 2500 മെറീനുകളെ വഹിച്ചുകൊണ്ട് ഒരു യുദ്ധക്കപ്പൽ USS ട്രിപ്പോളി ആ തീരത്തോടടുക്കുന്നു, ഗൾഫ് മേഖലയോട് അടുത്തുകൊണ്ടിരിക്കുന്നു. മറ്റൊരു 5000 മെറീനുകളെ, അതായത് കരയുദ്ധത്തിന് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന മെറീനുകളെ പല രാജ്യങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നു. കൂടുതൽ ബാറ്റിൽ ഷിപ്പുകൾ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ ഒരു ബാറ്റിൽ ഷിപ്പ് പിന്മാറിയിരിക്കുന്നു. വിമാനവാഹിനി കപ്പൽ അറ്റകുറ്റപ്പണികൾക്കായി USS ജെറാൾഡ് ഫോർഡ് പിൻവാങ്ങിയിരിക്കുന്നു. USS എബ്രഹാം ലിങ്കൻ ഹിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ഇറാൻ ക്ലെയിം ചെയ്യുമ്പോഴും അതേക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയില്ല. അതുകൊണ്ട് ഒരു സന്നിഗ്ധ അവസ്ഥ അവിടെ ഉണ്ട്. അതിന് പാരലായിട്ടാണ് സമാന്തരമായി ഇറാൻ ആവശ്യപ്പെടുന്നു ചർച്ച നടത്തണം എന്ന് പറയുന്നത് ഇറാനല്ല, ഡൊണാൾഡ് ട്രംപാണ്. ഇറാൻ തനിക്കായി ചില ഗിഫ്റ്റുകൾ നൽകിയിട്ടുണ്ട്. ഒരു 10 കപ്പലുകൾ എണ്ണയുമായി വിട്ടു നൽകിയിട്ടുണ്ട് ഇറാൻ. അതൊരു ഗിഫ്റ്റാണ്. ഇത് പറയുന്നതും അമേരിക്കൻ പ്രസിഡന്റാണ്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാചകം നമുക്കറിയാമല്ലോ. മുൻകൂട്ടി പറഞ്ഞതാണ് ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് താൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ വിദ്വാനാണ് ഡൊണാൾഡ് ട്രംപ്. അതുപോലെ തന്നെ റഷ്യയോട് എണ്ണ വാങ്ങില്ല എന്ന് ഇന്ത്യ പറഞ്ഞു എന്ന് പറഞ്ഞതും ഇതേ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. അപ്പോൾ എല്ലാ പ്രഖ്യാപനങ്ങളും ഒരൊറ്റ വായിൽ നിന്ന് തന്നെ വരണം. തന്നിലൂടെ മാത്രമേ, തൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ മാത്രമേ ലോകം കാര്യങ്ങൾ അറിയാവൂ എന്ന് ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തിക്ക് വാശിയുള്ളതുപോലെ തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ഇറാൻ്റെ നിലപാട് കുറച്ചുകൂടി ഈ സ്ഥൈര്യമുള്ള നിലപാടാണ്. കാരണം ഇറാൻ ഇതിലൊന്നും വീഴാൻ തയ്യാറാവുന്നില്ല. ഞങ്ങൾ യുദ്ധം തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു, യാതൊരു സമാധാന ചർച്ചയും തങ്ങളുടെ ഭാഗത്തുണ്ടായില്ല എന്ന് ആദ്യം മുതൽ തന്നെ ഉറപ്പിച്ചു പറയുന്നത് ഇറാനാണ്. അതേസമയം തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ സന്ധി സംഭാഷണവുമായി, അതൊരു പാകിസ്ഥാൻ ഒരു പ്ലോയാണ്. പാകിസ്ഥാന് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന തീവ്രവാദികളെ സഹായിച്ച് മുഖം നഷ്ടപ്പെട്ട് തങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് മനപ്പായസമുണ്ട് നിൽക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ അങ്ങനെ ആർക്കും പിടികിട്ടാത്ത രീതിയിൽ, ദുരൂഹമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നു. ഒരു വശത്തെ യുദ്ധം നടക്കുന്നു, മറുവശത്തെ സമാധാന ചർച്ചയുടെ പ്രതീതി ഉണ്ടാവുന്നു. വെടിനിർത്തൽ എന്നത് ഒരു മരീചികയായി തുടരുകയും ചെയ്യുന്നു. ആ അവസരത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർത്തും അനിശ്ചിതത്വമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നതാണ് സാഹചര്യം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് ഒരു വ്യക്തതയുമില്ലാത്ത ഘട്ടമാണ്. എന്തായാലും 10 ദിവസം കൂടി ഈ വെടിനിർത്തൽ, ഊർജ്ജ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നത് പറയുന്നത് മാത്രമാണ് ഏക ആശ്വാസം. ശ്രീ സജിമോൻ ആന്റണി, എന്താണ് ട്രംപിന് സംഭവിക്കുന്നത്?
ട്രംപ് എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊരു വലിയ സമ്മാനമുണ്ടെന്ന് പറയുന്നു. അത് ഇപ്പോൾ ഇന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് 10 കപ്പലുകൾ ഹോർമുസ് കടന്നിരിക്കുന്നു എന്നതാണ് ആ സമ്മാനമെന്നാണ് ട്രംപ് പറയുന്നത്. എന്നെ ഇറാന്റെ പരമോന്നത നേതാവാകാൻ വിളിച്ചിരിക്കുന്നു എന്ന് ട്രംപ് പറയുകയാണ്. മാനസിക വിഭ്രാന്തിയാണോ ട്രംപിനെന്ന് തോന്നിപ്പോകുന്നു ചില പ്രസ്താവനകൾ കാണുമ്പോൾ. രേണുക, തീർച്ചയായിട്ടും എനിക്ക് അതിനോട് വിയോജിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു ആക്സിഡന്റിലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം പാർട്ട് ഓഫ് ദി സ്ട്രാറ്റജിയാണ്. കാരണം 28 അല്ലെങ്കിൽ 30 ദിവസം മുമ്പ്, ഇന്ന് എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി 28 തുടങ്ങി, ഇന്നിപ്പോൾ നമ്മൾ മാർച്ച് 28 നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മന്തായി. ആ ഒരു മാസം കൊണ്ട് ഈ യുദ്ധം ആര് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിനകത്ത് ആരും ജയിക്കുന്നില്ല, എല്ലാവരും എപ്പോഴും തോക്കുകയേ ചെയ്യുന്നുള്ളൂ. അതാണ് ഫാക്ട്. എന്നാൽ ടെമ്പററി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും മിലിറ്ററിലി ആര് ജയിച്ചു, സ്ട്രാറ്റജിക്കലി ആര് ജയിച്ചു, ഫ്യൂച്ചറിലേക്ക് ആര് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിബേറ്റബിൾ ആണ്. മിലിറ്ററി അമേരിക്ക ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്. കാരണം ഇറാനെ നിഷ്പ്രഭമാക്കി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള പല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും ലീഡേഴ്സും ചെയിൻ ഓഫ് കമാൻഡിംഗ് ലീഡേഴ്സിനെ ഉന്മൂലനം ചെയ്തു. ആ ഒരു അർത്ഥത്തിൽ അമേരിക്ക വിജയിച്ചു എന്ന് പറയാം. എന്നാൽ അമേരിക്കയ്ക്ക് എപ്പോഴും ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ദേ നോ ഹൗ ടു എൻറ്റർ ബട്ട് ദേ ഡോണ്ട് നോ ഹൗ ടു എക്സിറ്റ്. അത് വിയറ്റ്നാമിൽ നമ്മൾ കണ്ടു, ഇറാഖിൽ കണ്ടു, അഫ്ഗാനിസ്ഥാനിൽ കണ്ടു. ആ ഒരു സെയിം തനിയാവർത്തനം വരുന്നത് പോലെ ഒരു പ്രതീതി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ട് എന്ന് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞതിനോട്, ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് ചെറുതായിട്ട് ഞാനൊന്ന് ഡിസഗ്രി ചെയ്യുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ആക്സിഡന്റൽ. കാരണം നമ്മൾ തോന്നുന്നത് 28 ദിവസം അല്ലെ ഫെബ്രുവരി 28 തീയതി അല്ലെ 26 തീയതി എക്സാക്ട് അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു സമാധാന കരാറിലേക്ക് വരുന്നു, ഒമാനിലെ ഡിസ്കഷൻ വരുന്നു. അടുത്ത 24 മണിക്കൂർ അല്ലെ 48 മണിക്കൂറിനകം ട്രീറ്റി സൈൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്ത സമയത്താണ് 28 തീയതി അവിടെ ഒരു സ്ട്രൈക്ക് നടക്കുകയും ഇറാന്റെ ഏകദേശം 45-50ഓളം ലീഡേഴ്സിനെ ഒരുമിച്ച് ഒറ്റയടിക്ക് കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായത്. അപ്പം ആ ഒരു സ്ഥിതിയിൽ എന്ന് വെച്ചാൽ ഇത് സ്ട്രാറ്റജിയുടെ പാർട്ടായിരുന്നു. ഓപ്പർച്യൂണിറ്റി നോക്കി അത് സ്ട്രൈക്ക് ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ നിന്ന് സംസാരിക്കുമ്പം ഇവിടെയുള്ള അമേരിക്കൻ ജനത 61% ഈ വാറിന് എതിരാണ്. എന്നാൽ അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പോകുന്നതെന്ന്. അദ്ദേഹത്തെ ഇലക്ട് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അദ്ദേഹം തീരുമാനമെടുത്ത് പോകുന്നു. കോൺഗ്രഷണൽ അപ്രൂവിന് വേണ്ടി 60 ദിവസത്തെ ഗ്യാപ്പാണ് ഉള്ളത്. ആ 60 ദിവസത്തിനകത്ത് അദ്ദേഹം പോയി സ്ട്രൈക്ക് ചെയ്ത് തിരിച്ചു വന്ന് വിജയശ്രീലടനായി തിരിച്ചു വരണം എന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. എങ്കിലും ഓരോ ആഴ്ചയും അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അമേരിക്കൻ ജനതയ്ക്ക് മാത്രമല്ല ലോകത്തിലുള്ള മൊത്തത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയും മറ്റു കാര്യങ്ങളിലും ഒരു എന്താ പറഞ്ഞ ഒരു വലിയൊരു പ്രശ്നം നേരിടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിന്റെ ഒരു ഇമ്പാക്ട് ലെസ് ആണ് ഇവിടെ വരുന്നത്. കാരണം ഈ യുദ്ധം നടക്കുന്നത്, യുദ്ധഭൂമി എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നും മൈലുകൾ അപ്പുറത്താണ്. അതുകൊണ്ട് ഒരു കാഷ്വാലിറ്റിയുടെ രീതിയിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ അമേരിക്കൻ ജനത വരുന്നില്ല. എക്സെപ്റ്റ് പെട്രോളിന്റെ ഗ്യാസിന് വില കൂടുന്നു. ഈ $2.20 $2.30 ആയിരുന്നുവെങ്കിൽ ഇന്നത് 4.5 വരുന്നു. 5 മേളിൽ പോകുമ്പോൾ അതൊരു വലിയൊരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ആണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഈ ഇതിന്റെ എക്സ്പെൻസ് ആര് ഉപയോഗിക്കുന്നു? അപ്പോൾ ഏകദേശം 2 ബില്യൺ തൊട്ട് 3 ബില്യൺ വരെയാണ് ഈ ഒരു എക്സ്പെൻസ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം അമേരിക്കൻ കോൺഗ്രസിന് മുമ്പിൽ ഏകദേശം 200 ബില്യന്റെ അപ്രൂവലിന് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ചൂടായ ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഈ യുദ്ധം നമ്മുടെ അല്ല, ഈ യുദ്ധം ഇസ്രായേലിന്റെയാണ്, അത് നിങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഏതായാലും ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങൾ സ്ട്രാറ്റജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഇതൊരു ആക്സിഡന്റിലല്ല. അത് ഫെബ്രുവരി 28 തീയതി അല്ലെങ്കിൽ 26 തീയതി എന്താണ് നടന്നത് അതിന്റെ ആ ഒരു സ്ട്രാറ്റജിയുടെ തനിയാവർത്തനമാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഈ യുദ്ധം നിർത്താനാണോ അതോ കൂടുതൽ ശക്തമാക്കാനാണോ ട്രംപ് ശ്രമിക്കുന്നത്? അതിൽ ഒരു മറുപടി പറയാൻ പറ്റുമോ? എന്താണ് അവിടുത്തെ വികാരം? ട്രംപ് ഒരു ഭാഗത്തു കൂടി സൈനിക വിന്യാസം ശക്തമാക്കുകയാണ്, മറുഭാഗത്ത് ഇറാനുമായി ചർച്ച നടത്താതെ തന്നെ ചർച്ച നടന്നു, അവർ ആവശ്യപ്പെട്ടു, അവർ അപേക്ഷിച്ചു, അവർ യാചിച്ചു, ഞാൻ ദാ വെടി നിർത്തുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. രണ്ടു അതിനെയൊക്കെ ഒരു യുദ്ധത്തിന്റെ സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് മാത്രമേ ഇവിടെ നിന്ന് കാണുന്നുള്ളൂ. കാരണം ഇപ്പം റിപ്പോർട്ട് അനുസരിച്ചിട്ട്, അൺകൺഫേം റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 10,000-ഓളം US ട്രൂപ്പുകൾ ആ ഏരിയയിലേക്ക് വരുന്നുണ്ട്. 2,500 ഓൾറെഡി ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്തു എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ബാക്കി അഡീഷണൽ 7,500 അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അമേരിക്ക ഈസ് പ്രിപ്പയറിംഗ് ഫോർ എ ലാൻഡ് വാർ.
ഇറാൻ അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അങ്ങോട്ട് വിന്യസിച്ചാലും ലാൻഡ് വാറിലേക്ക് ചെന്ന് പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേങ്കിൽ അമേരിക്കൻ ജനത അത് ആഗ്രഹിക്കുന്നുണ്ടോ, ഇൻക്ലൂഡിംഗ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള സീനിയർ ലീഡേഴ്സ് ഒക്കെ അതിനോട് അപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ട്രംപിന് അവിടെ പോയിട്ട് ഈ ഒരു സ്ട്രൈക്ക് ഇട്ട് ഇസ്രായേലിന്റെ കൂടെ പോയിട്ട് തോറ്റു വരാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഈ യുദ്ധം എല്ലാ മുഖത്തിലും ജയിക്കേണ്ടത് ട്രംപിന്റെ ഒരു പ്രസ്റ്റീജ് ആവശ്യമാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ആവശ്യമാണ് ട്രംപ് മുഖേന. ആ ഒരു രീതിയിൽ വരുമ്പം ഒരു സൈഡിൽ കരയുദ്ധത്തിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്, മറു സൈഡിലെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ചർച്ച ഫെയിൽ ആവുകയാണെങ്കിൽ ഒബിയസ്ലി ഒരു ലാൻഡ് വാറിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാണുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല മാക്സിമം മജോറിറ്റി ഓഫ് അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞിരുന്നു. 61% അമേരിക്കൻ ജനത ഈ വാറിനെ ഒപ്പോസ് ചെയ്യുകയാണ്. അവർ പറയുന്നത് ഈ യുദ്ധം അമേരിക്കക്കാരുടേതല്ല, ഇത് ഇസ്രായേലിന്റെ യുദ്ധമാണ്, അമേരിക്ക വെറുതെ പോയി അതിനകത്ത് കയറിയതാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടുംപിടുത്തത്തിന് അല്ലെങ്കിൽ വാശിക്ക് തലവെച്ചു കൊടുത്തതാണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ എന്ന് പറയുമ്പോൾ ഇതുകൂടെ പറഞ്ഞാൽ ആ സെന്റൻസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം ഇറാൻ എന്ന് പറയുമ്പം ഈ കഴിഞ്ഞ 40 അല്ലെങ്കിൽ 50 വർഷത്തോളമായിട്ടുള്ള ആ മേഖലകളിലെ പ്രോക്സി വാറിന്റെ ചാമ്പ്യൻ ആയിരുന്നു ഇറാൻ. ഡയറക്റ്റ് ആയിട്ട് കഴിഞ്ഞ 200 വർഷമായിട്ട് ആരെയും അറ്റാക്ക് ചെയ്തിട്ടില്ല. എന്നാൽ എവിടെ നിന്നാണ് ഹിസ്ബുള്ള ഉണ്ടായത്, ആരാണ് ഹിസ്ബുള്ളക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്, ഹൂതികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്, ഹമാസ് സപ്പോർട്ട് കൊടുക്കുന്നത്, ആ സപ്പോർട്ടുകളൊക്കെ ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി ഇറാന്റെ മേളിലാണ് വരുന്നത്, ഇറാന്റെ സപ്പോർട്ടിലൂടെ വന്നത്. അതിനൊരു അന്ത്യം വരണമെന്ന് ഇറാനിലുള്ള ജനതയും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ലോകമാകമാനം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഏത് രീതിയിൽ വേണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പലർക്കും ഡിസഗ്രിമെന്റ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറാനിലെ ജനതയും അത് ആഗ്രഹിക്കുന്നു എന്ന് ട്രംപ് ആവർത്തിച്ച് പറയുന്നു. അവിടെ റെജിം ചേഞ്ച് ആണ് അവിടെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷനൊപ്പമാണ് ഇറാൻ ജനത എന്നൊക്കെ പറയുന്നത് ട്രംപിന്റെ വാദങ്ങളാണ്. ശ്രീ എം ഷിനാസ്, നോക്കൂ, ഒറ്റ കറക്ഷൻ, ട്രംപിന്റെ വാദമല്ല അത്. ആക്ച്വലി ഇറാൻ ജനത പുറത്തിറങ്ങി സ്ട്രൈക്ക് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഏകദേശം 30,000 ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടത് തന്നെ. അപ്പൊ അത് ട്രംപിന്റെ മാത്രം ആഗ്രഹമല്ല, ഇറാനിയൻ ജനതയും ഒരു പരിധിവരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവായിരുന്നു അത്. ശരി, എന്തായാലും ഇറാനിയൻ ജനത അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ അവിടെ പ്രതിഷേധിച്ചു എന്നുള്ളത് സത്യമാണ്. അത് അമേരിക്ക അവിടെ യുദ്ധം ചെയ്യാനും സ്കൂൾ കുട്ടികളെ കൊല്ലാനും ഒക്കെ ആഗ്രഹിച്ചാണ് ഇറാനിലെ ജനത പ്രക്ഷോഭം നടത്തിയതെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എം ഷിനാസ്, നോക്കൂ, 2000-ഓളം മരണം സംഭവിച്ചിരിക്കുന്നു ഇതിനോടകം ഇറാനിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഇല്ല എന്ന് പറയുമ്പോൾ പോലും ക്യോമില് 6 പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. വലിയ ഒരാക്രമണം ഇന്നും ഇറാനിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇറാൻ തിരിച്ചും ആക്രമിക്കുന്നുണ്ട്. ഇസ്രയേലിലേക്കും ഒപ്പം തന്നെ ഗൾഫ് മേഖലയിലേക്കും മിസൈൽ വർഷിച്ചു എന്നതാണ് അറിയാൻ കഴിയുന്നത്. പലതും ഇന്റർസെപ്റ്റ് ചെയ്തു എന്നത് ഗൾഫ് നേഷൻസ് അറിയിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ സ്ഥിതിഗതികളെ നോക്കിക്കാണുന്നത്? 15 സമാധാന നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ അതിന് പകരമായി 5 അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് 5 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യാതൊരു ചർച്ചയും നടക്കുന്നില്ല എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ കൂടുതൽ നിലപാട് കടുപ്പിക്കുന്ന ഇറാനെയാണ് നമ്മൾ കാണുന്നത്. ഒരു സമാധാന ശ്രമം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ട് മറുഭാഗത്ത് കരയുദ്ധത്തിനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് തോന്നുന്നു. ഈ സമ്മർദ്ദ തന്ത്രം വിജയിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു ഭാഗത്ത് ചർച്ച നടത്തുക, ചർച്ച നടക്കുമ്പോൾ തന്നെ ആക്രമിക്കുക. അതായിരുന്നു നമ്മൾ 2025 ജൂണിലും കണ്ടത്. ഒമാനിൽ ചർച്ചയുടെ 6ാം വട്ട ചർച്ച എന്നുവെച്ചാൽ ഏറ്റവും അവസാനത്തെ ചർച്ച നടക്കാനിരിക്കുകയാണ് ഇസ്രായേൽ ജൂൺ 13 കയറി ആക്രമിച്ചത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമേരിക്കയും ആക്രമണത്തിൽ ഭാഗവാക്കായി. ഇതും ചർച്ച നടക്കവേ തന്നെയാണ് ഈ ഇക്കണോമിസ്റ്റിൽ 2-3 ദിവസം മുമ്പ് ഒമാന്റെ വിദേശകാര്യമന്ത്രി ഒരു 1-ാം തരം ലേഖനം എഴുതിയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചർച്ച ഏതാണ്ട് ഇരു കക്ഷികൾക്കും സ്വീകാര്യമായ തരത്തിൽ ഒരു തീരുമാനം, സൊല്യൂഷൻ, പരിഹാരം ഉണ്ടാവുന്ന വക്കത്തെത്തിയപ്പോഴാണ് ഈ ഫെബ്രുവരി 28 ആക്രമിച്ചത്. അപ്പൊ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ഒമാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നുണ്ട്. ഇറാന് അമേരിക്കൻ വൻകരയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇറാന് മുമ്പിലുള്ള ലോജിക്കൽ റാഷണൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുക. അതിനിടയിൽ താവളങ്ങളല്ലാത്ത സ്ഥലങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, അത് ശരിയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുക. അതല്ലാതെ ഇറാന് മുമ്പിൽ മറ്റൊരു വഴിയുമില്ല എന്ന് പറഞ്ഞത് ഒമാൻ പോലും ആക്രമിക്കപ്പെട്ടു. ഒമാനിൽ പോലും ഇറാന്റെ ആക്രമണം ഉണ്ടായ ഒമാനിലെ നിലവിലെ വിദേശകാര്യ മന്ത്രിയും
ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിച്ച വിദേശകാര്യ മന്ത്രിയാണ് ഇക്കണോമിക്സിൽ എഴുതിയത്. ട്രംപ് വാസ്തവത്തിൽ വലിയൊരു മിസ്കാൽക്കുലേഷൻ, നെതന്യാഹുവിന്റെ യുദ്ധമാണെന്ന് പറഞ്ഞത് ചില്ലറ സാധാരണ അമേരിക്കക്കാരല്ല. അമേരിക്കയുടെ ഭീകര വിഭാഗ മേധാവിയായിരുന്ന അദ്ദേഹം രാജിവെച്ചു. ജോ കെന്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രാജിവെച്ച് പറഞ്ഞത് ഇത് നെതന്യാഹു ട്രംപിൽ അടിച്ചേൽപ്പിച്ച യുദ്ധമാണ്, അത് അമേരിക്കയുടെ യുദ്ധമല്ല, നെതന്യാഹു ട്രംപിനെ കൊണ്ട് ചെയ്യിക്കുന്ന യുദ്ധമാണ്, അതുകൊണ്ട് താൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞാണ് ജോ കെന്റ് രാജിവെച്ചത്. മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ആ ഒരു മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാന വക്താക്കളിൽ ഒരാളാണ് ടക്കർ കാൾസൺ. ടക്കർ കാൾസൺ ഈ യുദ്ധത്തെ തുടർന്ന് ട്രംപുമായി പിണങ്ങി. അപ്പം ഫെബ്രുവരി 28 ആ ഒരു ആക്രമണത്തോടെ ഇറാന്റെ പരമോന്നത നേതാവടക്കം 10-25 ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേതാക്കളും പ്രമുഖരും ഒക്കെ കൊല്ലപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ഡീകാപ്പിറ്റേഷൻ സ്ട്രൈക്ക്, അതോടെ ഇറാൻ തീർന്നു. അതോടെ ഇറാൻ അടിയറവ് പറയും, ഇറാൻ അമേരിക്കയുടെ നിബന്ധനകൾക്ക് വിധേയപ്പെടും എന്നായിരുന്നു ട്രംപും നെതന്യാഹുവും കരുതിയിരുന്നത്. പക്ഷേ ഇതിപ്പം 28 ദിവസം കഴിഞ്ഞ് ഒരു മാസത്തിലേക്ക് അടുക്കുകയാണ്. ഇറാന്റെ ഈ 15 നിർദ്ദേശങ്ങൾ കഴിഞ്ഞ കൊല്ലവും ഈ 15 നിർദ്ദേശങ്ങളുടെ പലതും ഉണ്ടായിരുന്നു. ഈ കൊല്ലവും അതേ നിർദ്ദേശങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഇറാൻ ഈ 5 നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയല്ലോ. ഈ 5 നിർദ്ദേശങ്ങൾ ഇറാൻ മുൻപ് നൽകിയ നിർദ്ദേശങ്ങളെക്കാൾ കടുപ്പമുള്ളതാണ്. അമേരിക്കക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഈ 15 നിർദ്ദേശങ്ങളാകട്ടെ ഇറാനും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഒരു ഭാഗത്ത് ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ചർച്ചകൾ നടക്കുക ഈ ഗ്ലോബൽ എനർജി ക്രൈസിസ് ഒന്നും അത്ര തീക്ഷ്ണമല്ല എന്ന പ്രതീതി സൃഷ്ടിക്കുക. അതേ സമയം തന്നെ മറീൻസിനെ കൊണ്ടുവരുന്നു. മറീൻസിനെ കൊണ്ടുവന്നാൽ പോലും ഒരു ലാർജ് സ്കെയിൽ, ഒരു ബൃഹത്തായ കരയുദ്ധത്തിന് 10,000 മറീൻസ് ഒന്നും പോരാ. ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ചില ഓപ്പറേഷൻ, ഇപ്പോൾ കാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം. അതുപോലെ UAE-യുമായി തർക്കത്തിലുള്ള 1-2 ദ്വീപുകളുണ്ട്. അങ്ങനെ തന്ത്രപ്രധാനമായ ഹോമോസ് കടലിടുക്കിലെ ഈ കാർഗ് ദ്വീപ് അടക്കമുള്ള ദ്വീപുകൾ പിടിച്ചടക്കാം. കാർഗ് ദ്വീപ് എന്ന് പറയുമ്പോൾ ഇറാനിൽ നിന്ന് 10-25 കിലോമീറ്റർ അകലെയാണ്. അത് ഒന്നുകിൽ വ്യോമ, അതായത് വ്യോമ സംവിധാനങ്ങളുമായി പാരച്യൂട്ടിലൊക്കെ ഇറങ്ങി അങ്ങനെ പിടിച്ചെടുക്കാം. അല്ലെങ്കിൽ കുവൈത്തിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും വരണം ഈ ഹോർമൂസ് കടലിൽ ഇടുക്കിലൂടെ 200-250 കിലോമീറ്റർ സഞ്ചരിച്ച് വന്ന് പിടിച്ചെടുക്കണം. അത് പക്ഷേ ഇറാന്റെ ആക്രമണ പരിധിയിലുള്ളതാണ്. അപ്പൊ ഇറാൻ ഇപ്പോൾ ഈ ട്രംപ് പറയുന്ന കാര്യങ്ങൾ നോക്കൂ. ഈ യുദ്ധം തുടങ്ങിയ ആദ്യ ആഴ്ച മുതൽ ട്രംപ് പറയാൻ തുടങ്ങി. കഴിഞ്ഞ കൊല്ലവും ട്രംപ് പറഞ്ഞു ഇറാന്റെ ആണവായുധ ശേഷി സമ്പൂർണമായി ഞങ്ങൾ നിർമൂലനം ചെയ്തിരിക്കുന്നു. ആ ആണവായുധ ശേഷി നിർമൂലനം ചെയ്ത അമേരിക്ക തന്നെയാണ് വീണ്ടും അതിന്റെ ചില അവശിഷ്ടങ്ങൾ തുടച്ചു വൃത്തിയാക്കാൻ വീണ്ടും ആക്രമിച്ചത്. അതോടൊപ്പം ബാലിസ്റ്റിക് മിസൈൽ ശേഷി നിർമൂലനം ഗോൾ പോസ്റ്റുകൾ മാറ്റി. ഇപ്പോ ഈയിടെയായി പേർത്തും പറയുന്നത് ഇറാന്റെ 90% ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും അതിന്റെ വ്യാവസായിക ഉൽപാദന കേന്ദ്രങ്ങളും തകർത്തിരിക്കുന്നു. ഇറാന്റെ മറ്റ് സംവിധാനങ്ങൾ ഞങ്ങൾ തകർത്തിരിക്കുന്നു എന്ന് വെച്ചാൽ ഇറാന് സമ്പൂർണമായി സൈനികമായി 90% വന്ധ്യംകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇപ്പോ നമ്മൾ ഏറ്റവും കഴിഞ്ഞ ആഴ്ച വരെ ടെൽ അവീവിലും അതുപോലെ തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നു. ഈ 90%-95% നശിപ്പിക്കപ്പെട്ട ഈ ആയുധങ്ങൾ ഉള്ള ഒരു രാജ്യം എങ്ങനെയാണ് പിന്നെ ടെൽ അവീവിനെ പോലുള്ള ഇസ്രായേലിലെ മർമ്മപ്രധാനമായ കേന്ദ്രമാണ് ഡിമോണ കേന്ദ്രത്തിന്റെ അടുത്ത്, അവിടെ പോലും ആക്രമണം നടത്താൻ ഇറാൻ പറ്റുന്നു. അപ്പോ ട്രംപ് പുലിവാൽ പിടിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം. കരയുദ്ധം എന്ന് പറഞ്ഞാൽ 2003 ഇറാഖിൽ നടത്തിയ പോലെയുള്ള കരയുദ്ധം, ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട്, ഇമ്പോസിബിൾ ടു ഫിനിഷ്. ഇറാന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും അത് വലിയൊരു ചതുപ്പിലേക്ക്
അമേരിക്കയെ നയിക്കുകയും അമേരിക്കയെ ശരി, എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു. അല്പ വ്യക്തതക്കുറവുണ്ട് താങ്കളുടെ ശബ്ദത്തിൽ. എന്തായാലും അത് വലിയ ഒരു അബദ്ധമായി മാറും എന്നതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പും അത് തന്നെയാണ്. വിനാശകരമായിരിക്കും അമേരിക്കയ്ക്ക് കരയുദ്ധം തുടങ്ങിയാൽ എന്ന മുന്നറിയിപ്പും ഭീഷണിയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷാബു പ്രസാദ്, ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം എന്നൊരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ സംബന്ധിച്ച് ഉള്ളത്. നമ്മുടെ രാജ്യത്ത് വലിയ ആശങ്കകൾ നിന്ന മണിക്കൂറുകളാണ്. ഒരു എനർജി ലോക്ക്ഡൌണിലേക്ക് പോകുന്നു എന്ന തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ അത് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. അക്കാര്യങ്ങൾ ആലോചിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പോലും പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെ കരുതിയിരുന്നോ അതുപോലെയുള്ള കരുതലും ഒത്തൊരുമയും ഈ പ്രതിസന്ധി മറികടക്കാൻ വേണമെന്നതാണ്. ഈ പ്രതിസന്ധി ദീർഘനാൾ നീണ്ടു നിൽക്കുന്നതാണ് എന്ന് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി രാജ്യത്തെ അറിയിച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ യുദ്ധം അവസാനിച്ചാൽ പോലും പ്രതിസന്ധി നീണ്ടു നിൽക്കുമെന്നതിന്റെ സൂചനകൾ നൽകുന്നു. ഈ യുദ്ധം നീണ്ടുപോകുമെന്നും വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നും കണ്ടുകൊണ്ടുള്ള മുൻകരുതലുകളാണോ നമ്മുടെ രാഷ്ട്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇല്ല, എന്തായാലും ഒരു രാജ്യത്ത് നമ്മുടെ ഊർജ സുരക്ഷയുടെ എനർജി സോഴ്സിന്റെ ഒരു 80-85% വിദേശ രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിവിശേഷം ഉള്ളപ്പോൾ തീർച്ചയായും ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകൂടവും ഒരു രാജ്യവും ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അത് ഊർജ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അത് അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന്റെ അർത്ഥം ഇത് യുദ്ധം 1-2 കൊല്ലം നീണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ ഇവിടെ ഒട്ടും അവിടെ നിന്ന് എണ്ണ വരാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടോ, ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നേ. അങ്ങനെ ചില കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളിപ്പം ഇവിടെ ബംഗാൾ കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപം കൊണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാം നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കില്ലേ, കടലിൽ പോകരുത്, ഒരു കടൽ തീരത്തുള്ളവർ സൂക്ഷിക്കണം, ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളും തയ്യാറെടുപ്പുകളും നടത്തില്ലേ. ചിലപ്പോൾ ആ ന്യൂനമർദ്ദം വന്ന പോലെ അങ്ങ് പോകും, ചിലപ്പോൾ അത് പെയ്തെന്നിരിക്കും, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ എങ്ങനെ ഉണ്ടായില്ല എന്നിരിക്കും. പക്ഷെ ഒരു കടുത്ത രീതിയിൽ തന്നെ ഉണ്ടാകും എന്ന രീതിയിലുള്ള തയ്യാറെടുപ്പുകളും മുന്നറിയിപ്പുകളും ഒരു അധികൃതർ നടത്തണം. അത് ചെയ്യാത്തതിന്റെ ദുരന്തമാണ് നമ്മൾ 2018 കേരളത്തിൽ കണ്ടത്. അപ്പം ആ രീതിയിലുള്ള ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്നുള്ളത് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിഭ്രാന്തിയുടെ ആവശ്യമില്ല, രാജ്യത്ത് ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ സ്റ്റോക്കുണ്ട്, LPG പ്രതിസന്ധി ഉണ്ടാവില്ല, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു എനർജി ലോക്ക്ഡൌണിന്റെ സ്ഥിതി ഇല്ല, ഭയപ്പെടേണ്ടതില്ല. പക്ഷെ എന്നാൽ നമ്മൾ കരുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഇവിടുത്തെ ഈ നമ്മുടെ ചർച്ചയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇതാണല്ലോ, ഈ പറഞ്ഞ പോലെ കരയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണോ എന്നുള്ളതാണല്ലോ ചോദിച്ചത്. തീർച്ചയായിട്ടും അതെ. നമ്മളിപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഫ്ലൈറ്റ് ട്രാക്കിംഗ് സൈറ്റുകൾ നോക്കുമ്പോൾ ഇത് കാട്ടുന്നത് ഈ അമേരിക്കയുടെ ഗ്ലോബ് മാസ്റ്റർ വിമാനമുണ്ട്, വലിയ പടുകൂറ്റൻ വിമാനമാണത്. ഒരെണ്ണത്തിന്റെ അകത്ത് ഒരു 500 സൈനികരും ആയുധങ്ങളും സന്നാഹങ്ങളും ഒക്കെ കയറുന്ന വളരെ വലിയ വിമാനമാണ്. അത് ആവറേജ് ഒരു ദിവസം 30-35 വീതം സോർട്ടീസ്, അതായത് അമേരിക്കയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനർത്ഥം പെർ ഡേ ഏകദേശം ഒരു 3000, 4000, 5000 സൈനികർ വെച്ച് 10,000-അടുത്ത സൈനികർ ഈ മിഡിൽ ഈസ്റ്റിൽ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ട്രൂപ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വശത്തു നിന്ന് ഷിപ്പുകൾ വരുന്നു, ഷിപ്പിന്റെ അകത്ത് മറൈൻസ് വരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വെടിനിർത്തലും കൂടി, താൽക്കാലിക വെടിനിർത്തലും കൂടി, ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ തീർച്ചയായും ഇതൊരു കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കേണ്ടി വരും. അത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. കാര്യം കരയുദ്ധം ഒരു എയർ അറ്റാക്ക് പോലെയോ മിസൈൽ അറ്റാക്ക് പോലെയോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. കാര്യം മനുഷ്യർ സൈനികർ നേരിട്ട് ആ ഒരു ഭൂമിയിൽ, അപരിചിതമായ ഒരു ഭൂമിയിൽ പോയി യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നുള്ളതാണ്. അത് വളരെ വളരെ ആലോചിച്ച് വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ആ അതിനുള്ള സമയമാണ് ഇവർ എടുത്തിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞതുപോലെ കരയുദ്ധത്തിന് വന്നാൽ
ഞങ്ങൾ അമേരിക്കയ്ക്ക് അത് സർവനാശമായിരിക്കും ഫലം. അങ്ങനെ അതെല്ലാം ഇവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ശത്രുരാജ്യം അതൊക്കെ പറയും, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഏതാണ്ട് അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് തോന്നുന്നത്. ഇനി അമേരിക്കയ്ക്ക് സർവനാശമായിരിക്കുമോ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതും വിശ്വസിക്കുന്നൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യം ഒരിടത്ത് ഇത് വർഷങ്ങളായി നടക്കുന്ന കോൺഫ്ലിക്റ്റ് ആണ്. ഇറാന്റെ ഭൂമിശാസ്ത്രവും കാര്യങ്ങളും ഒക്കെ അവരൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതുമല്ല, ഏതാണ്ട് സമാനമായ ഒരു ഭൂമിശാസ്ത്രമാണ് അഫ്ഗാനിസ്ഥാനിലുള്ളത്. പർവ്വത യുദ്ധങ്ങൾ, മൗണ്ടനീസ് കൺട്രിയാണ്. അവിടെ ദീർഘനാൾ അമേരിക്കൻ സൈന്യം ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പർവ്വത യുദ്ധങ്ങളിലും അവർക്കൊരു ധാരണയും കണക്കുകൂട്ടലും ഒക്കെ ഉണ്ട്. ശരി, എന്തായാലും ഇപ്പൊ ഈ കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അന്ന് പണ്ട് ഗൾഫ് യുദ്ധം നടന്ന സമയത്തും ഇപ്പൊ ഇറാഖ് പോലെയല്ല ഇറാൻ എന്നുള്ളത് സമ്മതിക്കുന്നു. എങ്കിലും ഈ കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എയർ അറ്റാക്ക് മാത്രം ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോൾ ഈ ഇറാൻ ഇപ്പോൾ മുഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിയുടെ സ്വരമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഇതില് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിപ്പെടുത്തി കളയും എന്നുള്ള ഇതേ ഭീഷണികളൊക്കെ പണ്ട് ഇറാഖിൽ നിന്നും പുറപ്പെട്ടിരുന്നു. കാര്യം 10 വർഷത്തോളം ഇറാനുമായി യുദ്ധം ചെയ്ത് ഇറാൻ ഇറാഖ് യുദ്ധത്തിനൊടുവിൽ വളരെ ആ യുദ്ധം ചെയ്ത കോമ്പാറ്റ് ഫീൽഡിൽ മൂർച്ചയേറിയ അനുഭവങ്ങളുമായി നിൽക്കുന്ന ഇറാഖി റിപ്പബ്ലിക്കൻ ഗാർഡ്സിന്റെ മുമ്പിൽ അമേരിക്കൻ ആർമി കരിഞ്ഞു പോകും എന്ന ഒരു ധാരണ പരത്തുന്നതിൽ ഇറാഖ് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് നമ്മളത് കണ്ടതാണ്. അതായത് ഈ 1 മാസത്തിനടുത്ത് നീണ്ടു നിന്ന അതിശക്തമായ വ്യോമാക്രമണങ്ങളിലൂടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളിലും ഒരു ഒട്ടുമിക്കതും നന്നായിട്ട് തന്നെ തകർത്ത് ഒന്നും വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഇപ്പം സൈനികർ, നല്ല വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള സൈനികർ കടന്നു ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ അവർക്ക് അവരുടേതായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഇതിന് ഈ പറഞ്ഞ പോലെ ഈ അത്ഭുതകരമായ മറ്റത്ഭുതങ്ങളൊന്നും ഇവിടെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആത്യന്തികമായിട്ട് ഇറാനെ കീഴടങ്ങേണ്ടി വരും. അങ്ങനെ ഒരു റിസൾട്ടിൽ അല്ലാതെ ഈ യുദ്ധം അവസാനിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ റജിമോൻ ആന്റണിയൊക്കെ പറഞ്ഞ പോലെ, സജിമോൻ ആന്റണി പറഞ്ഞ പോലെ കറക്റ്റാണ്. അതായത് അമേരിക്ക ഇത് ഇസ്രായേലിന് വേണ്ടിയിട്ട് ചെയ്ത യുദ്ധമാണ്. ഇസ്രായേലാണ് അമേരിക്ക ഈ യുദ്ധം നടക്കേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. 100% കാര്യം അവർക്കാണ് ഇവരെ കൊണ്ടുള്ള ഏറ്റവും വലിയ ഭീഷണി. പക്ഷെ അമേരിക്കയ്ക്ക് അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിനൊക്കെ നന്നായിട്ട് അറിയാം, ഈ ഇസ്രായേലിലുള്ളതിനേക്കാൾ അതിനോടൊപ്പം തന്നെ വളരെ വലിയ ശക്തമായ ഒരു ജൂയിഷ് ഫ്രറ്റേണിറ്റി, ഒരു ജൂയിഷ് ഡയസ്പോറ അമേരിക്കയിലുണ്ട്. അവർ അതിശക്തരാണ്. അതുമല്ല, അവരുടെ ഭരണ തലങ്ങളിൽ പോലും അതുപോലെ അവരുടെ കോർപ്പറേറ്റ് ബിസിനസ് വേൾഡിനെ ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നത്രത്തോളം കരുത്തുള്ളതാണ് അമേരിക്കയിലെ ജൂസ് ഡയസ്പോറ. അമേരിക്കയിൽ മാത്രമല്ല, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശക്തി പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ലോകം മുഴുവനും പരന്നു കിടക്കുന്ന അവരുടെ ജൂയിഷ് ഡയസ്പോറയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇവരെ ഇസ്രായേലിനെ അവർക്ക് തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ. ഇല്ലെങ്കിൽ ശരി, ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്താനാണോ ട്രംപിന്റെ നീക്കങ്ങൾ എന്ന ഒരു ചോദ്യം കൂടി ഉണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, ഇവിടെ ഇപ്പോ സൗത്ത് പാർസ് ആക്രമിച്ചപ്പോൾ മുതലാണ് ഒരു വിഡ്രോവൽ സിൻഡ്രം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൈവിട്ടു പോകുമോ കാര്യങ്ങളെന്ന് ഭയപ്പെട്ടു പോയ മണിക്കൂറുകൾ എന്ന് തോന്നിപ്പോയി. കാരണം ട്രംപ് പറയുന്നു ഞങ്ങളുടെ അറിവോടെയല്ല ഇത് നടന്നത് എന്ന് പറയുന്നു. ഇസ്രായേലിന്റെ ആക്രമണമാണ് എന്ന് പറയുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ഇപ്പോൾ ഈ യുദ്ധം നയിക്കുന്നത്? ആരുടെ കൺട്രോളിലാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഇപ്പോൾ? രേണുക, ഒരു യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി വേണ്ടത് സഖ്യ രാജ്യങ്ങളുടെ ഏകോപനമാണ്. അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിൽ ഒറ്റക്കെട്ടാണ്, സഖ്യകക്ഷികളാണ്. നെയ്റ്റോ പങ്കാളികൾ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. അറബ് രാജ്യങ്ങളും നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളികളല്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ലക്ഷ്യം വെക്കേണ്ട ടാർഗറ്റുകളെ കുറിച്ച് മുൻകൂട്ടി ധാരണ ഉണ്ടാവേണ്ടതാണ്. ഇപ്പം ഖാർഗ് ഐലൻഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇസ്രായേൽ അറിഞ്ഞിരിക്കണം, അമേരിക്ക അറിഞ്ഞിരിക്കണം, സംയുക്തമായ തീരുമാനമായിരിക്കണം. സൗത്ത് പാർട്സ് മേഖല അത് വാതകപ്പാടമാണ്. അത് ഖത്തറിൽ നിന്നും വടക്കോട്ട് നീണ്ടു കിടക്കുന്ന, കടലിൽ വിശാലമായി കിടക്കുന്ന ഇറാൻ്റെ കൂടെ കൺട്രോളുള്ളൊരു ഭാഗമാണ് സൗത്ത് പാർട്സ്. ആ ഒരു ഭാഗം
വലിയ രീതിയിൽ ഇറാന്റെ സാമ്പത്തിക സ്ഥിര കേന്ദ്രമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വാതകപ്പാടവും എണ്ണപ്പാടവും എല്ലാം ചേർന്ന് കിടക്കുന്ന ആ ഒരു കടലിലെ എണ്ണ മേഖലയാണ്. രണ്ട്, ഇറാന്റെ എണ്ണയുടെ ഏതാണ്ട് 90% എത്തിച്ചേരുന്നതും അവിടെ നിന്നും കയറ്റിവിടുന്നതുമായ ഒരു ടെർമിനൽ, അതാണ് യഥാർത്ഥത്തിൽ ഖാർഗ് ഐലൻഡ്. ഇറാന്റെ മുഖ്യ ഭൂമിയിൽ നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ തെക്ക് മാറി പേർഷ്യൻ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നതും ഹോർമൂസിൽ നിന്ന് ഏതാണ്ട് 480 കിലോമീറ്റർ ഉള്ളിൽ പേർഷ്യൻ ഗൾഫിൽ സ്ഥിതി ചെയ്യുന്നതുമായ തന്ത്രപ്രധാനമായ ആ ദ്വീപ്. ഈ രണ്ട് മേഖലകളിൽ നടത്തിയ ആക്രമണങ്ങൾ, ദാറ്റ് ഇസ് സംതിങ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. ഇറാന് ഒരു രീതിയിലും അക്സെപ്റ്റബിൾ ആകുന്നതല്ല. അതുമുതലാണ് ഖാർഗ് ഐലൻഡ് അറ്റാക്ക് ചെയ്യുന്നു, സൗത്ത് പാർട്സ് അത് ആ എണ്ണപ്പാടം അറ്റാക്ക് ചെയ്യുന്നു. അതുമുതലാണ് ഇറാൻ്റെ തിരിച്ചടിയുടെ രൂപം മാറിയത്. അതുവരെ അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നു, ചില സിംബോളിക് ടാർഗറ്റുകൾ ആക്രമിച്ചിരുന്നു ഈ ഗൾഫ് നാടുകളിൽ. പക്ഷേ അതിനുശേഷം ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് ഇറാൻ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പം ഇവിടെ അടുത്ത സ്റ്റേജ് ഇപ്പോൾ മിക്കവാറും എല്ലാവരും പറയുന്ന ഒരു കരയുദ്ധത്തിന്, നമ്മുടെ ടോപ്പിക്ക് അത് തന്നെയാണല്ലോ, കരയുദ്ധത്തിനുള്ള സമയമായോ? അതിനുള്ള മാനസിക തയ്യാറെടുപ്പ് രണ്ടു ഭാഗവും നടത്തിയിട്ടുണ്ടോ? ഉണ്ട് എന്ന് തന്നെയാണ് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ നിഗമനം. കാരണം അല്ല എങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ബിൽഡപ്പ്? മുൻകാലങ്ങളിൽ ഇപ്പം നമുക്കൊരു കാര്യം പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നലകളിൽ എന്താണ് സംഭവിച്ചത്, ഇന്നലകളിലെ തന്ത്രങ്ങളുടെ രീതിശാസ്ത്രം എന്താണ്, അതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നാളുകളിൽ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്ന് വളരെ ഇൻ്റലിജൻ്റായിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. ഇത് പ്രൊഡിക്ഷനൊന്നുമല്ല, പക്ഷേ കരയുദ്ധത്തിനുള്ള സന്നാഹങ്ങളാണ് ഒരുക്കുന്നത്. ഒരു പക്ഷേ ചർച്ചയ്ക്ക് വേണ്ടി ഇറാനെ മാനസികമായി പരുവപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ഒരു തന്ത്രം എന്ന നിലയിൽ കാണാം. പക്ഷേ ആ തന്ത്രത്തിൽ ഇറാൻ മുൻപും വീണിട്ടില്ല. ചർച്ചകൾ 3 റൗണ്ട് നടന്നു. ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിൽ വെച്ച് നടന്നൊരു റൗണ്ട് ചർച്ച, 2 റൗണ്ട് ജനീവയിൽ വെച്ച് നടന്നു, 4ാമത്തെ റൗണ്ട് ആണവ ചർച്ച നടക്കേണ്ടിയിരുന്നത് ഈ ഓസ്ട്രിയയിലെ വിയന്നയിൽ വെച്ചാണ്. അതിനുള്ള ഡേറ്റും പറഞ്ഞ് പിരിഞ്ഞ ആളുകൾ പിറ്റേന്ന് കൊണ്ടുപോയി ഇറാനിൽ ബോംബിടുമ്പോൾ ചർച്ചകൾ എന്ന് പറയുന്നത് വലിയൊരു പുകമറയാണ്, ഒരു ഐവാഷാണ്. ഇത് മനസ്സിലാക്കാൻ ഇറാന് കഴിയുന്നു. അവിടെയാണ് ഇറാൻ ഒരു രീതിയിലും ചർച്ചയില്ല എന്ന് പറയുന്നത്. ഇറാൻ ഈസ് ഇൻവൈറ്റിംഗ് അമേരിക്ക ഫോർ എ വാർ, ലാൻഡ് വാർ. അവിടെയാണ് ഈ ലാൻഡ് യുദ്ധം, കരയുദ്ധം. അത് മെറീനുകൾ, കടലിൽ നിന്നും കരയിലേക്ക് കയറി വരാൻ സാധിക്കുന്ന ആംഫിബിയൻ അറ്റാക്ക് മെറീനുകളെ ഉൾപ്പെടെ വിന്യസിക്കുന്നു, എയർബോൺ ഡിവിഷനുകളെ വിന്യസിക്കുന്നു, ഹെലികോപ്റ്ററുകൾ പറന്നിറങ്ങണം. അപ്പോൾ ഏറിയൽ സുപ്പീരിയോറിറ്റി പരമാവധി, മാക്സിമം എയർ സുപ്പീരിയോറിറ്റി അത് ഇന്നത്തെ നിലയിൽ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ സാധിക്കും. പക്ഷേ ഗ്രൗണ്ടിലെ ഫയർ പവർ, അത് ടോപ്പോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് കൂടി ചേർന്നാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം സംസാരിച്ചല്ലോ, നിമ്നോന്നതമായ ഭൂമി. അതുപോലെ ഇറാഖിനെ കുറിച്ച് സംസാരിച്ചല്ലോ, കൂടുതൽ സമതലങ്ങളും ഒക്കെ അടങ്ങുന്ന, നദികളും ഒക്കെ അടങ്ങുന്ന ഒരു നിരപ്പായ ഭൂമി. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ് ഇറാൻ്റെ ഭൂമി. അഫ്ഗാനിസ്ഥാനും ഇറാഖിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഇറാനിൽ വലിയ പീഠഭൂമികളുണ്ട്, മരുഭൂമികളുണ്ട്, അതുപോലെ നല്ല വെജിറ്റേഷനുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ തെക്കൻ പ്രദേശത്ത് സാഗ്രോസ് മൗണ്ടൻസ് ഉണ്ട്, ഇന്നാക്സസിബിൾ ടെറൈൻ ഉണ്ട്, ഉപ്പ് സമുദ്രങ്ങളുണ്ട് എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. വടക്ക് കാസ്പിയൻ കടൽ, തെക്ക് പേർഷ്യൻ ഉൾക്കടൽ, 2000 കിലോമീറ്റർ 1900 കിലോമീറ്റർ തെക്ക് കിടക്കുന്ന സാഗ്രോസ് മൗണ്ടൻ, അവിടെ ഒരുപാട് സ്ട്രാറ്റജിക് പോയിന്റുകളുണ്ട്. ഇവിടെയൊക്കെ ഒളിച്ചിരിക്കാനും ഗറില്ല യുദ്ധമുറ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മിസൈൽ ശേഖരങ്ങൾ ഒളിപ്പിച്ചു വെക്കാനും ഒക്കെയുള്ള വലിയ സങ്കേതങ്ങളുണ്ട്. വടക്ക് നിന്ന് ഒരു തള്ളിക്കയറ്റവും എളുപ്പമല്ല. അങ്ങനെ വരുമ്പോൾ ആർമി ലെക്സിക്കോൺസിൽ നിന്ന് നോക്കുമ്പോൾ അത്ര സുഖകരമായ ഒരവസ്ഥയല്ല. ഈ പറയുന്ന 5000-ഓ 10,000-ഓ മെറീനുകളെ കൊണ്ട്, ട്രൂപ്സിനെ കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു വിജയമല്ല. അത് മാത്രമല്ല, മാൻ ടു മാൻ ബാറ്റിലേക്കും ഈ ഗൺ ബാറ്റിലേക്കും ടാങ്ക് ബാറ്റിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു അന്തരീക്ഷം വളരെ ഒരു അഗ്ലി സീനാണ്. അവിടെ കാഷ്വൽറ്റി ഉണ്ടാകും, 2 ഭാഗത്തും പരമാവധി കാഷ്വൽറ്റി ഉണ്ടാകും. ഏറിയൽ സുപ്പീരിയോറിറ്റി നേടുക എന്നതും കരയുദ്ധം എന്ന് പറയുന്നതും 2 ടോട്ടലി ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്. അതുകൊണ്ട് അമേരിക്ക ഇപ്പോഴും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അമേരിക്ക പൂർണ്ണമായി കരയുദ്ധത്തിലേക്ക് നീങ്ങില്ല. ആ പ്രതീതി ഉണ്ടാവുകയും സർവനാശം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇറാൻ അവരുടെ ഡിമാൻഡിൽ നിന്നും പിന്നോട്ട് പോകും. ഇനി എന്താണ് ഇറാൻ്റെ ഡിമാൻഡ്? 3 ഡിമാൻഡുകൾ വളരെ വ്യക്തമായി പറയുന്നു. ആ ഡിമാൻഡിൽ 2 കാര്യം ഒരിക്കലും നടക്കാത്തതാണ്. ഹോർമൂസിന് മേൽ തങ്ങൾക്ക് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടാവണം. അതിനുവേണ്ടി തങ്ങൾ ഇനിയും ചുങ്കം പിരിച്ചു തുടങ്ങും. അതിലെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ തങ്ങൾ
ചുങ്കം തിരിച്ചു തുടങ്ങും, അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തുമെന്ന് പറയുമ്പോൾ യുദ്ധത്തിന് മുൻപുണ്ടായ സാഹചര്യങ്ങളെക്കാൾ ഇറാൻ കടുപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് എസ്കലേഷൻ മോഡാണ്. 2, ഇറാൻ ഒരു കാരണവശാലും ഇറാന്റെ പരമാധികാരം വിട്ടുകൊടുക്കില്ല, ഭരണമാറ്റം സംഭവിക്കില്ല. അതുകൊണ്ട് പേടിച്ചു മാറി ഭരണമാറ്റം ഇന്ന് വെള്ളിത്താലത്ത് വെച്ച് തന്നിരിക്കുന്നു എന്ന് പറയില്ല. ഇറാന്റെ ഡിഫൻസ് കേപ്പബിലിറ്റീസ്, മിസൈൽ ശേഖരം ഉൾപ്പെടെ ഡിസ്മാൻഡിൽ ചെയ്യാൻ ഒരിക്കലും തയ്യാറാവില്ല. പരമാവധി ആണവ കേപ്പബിലിറ്റിയിൽ ന്യായമായ കുറവ് വരുത്താനുള്ള തീരുമാനം മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് ഒറിജിനൽ പോയിന്റായ ആണവ ചർച്ചകളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരുപക്ഷെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടായേക്കാം. മറ്റ് ഡിമാൻഡുകളെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് ക്ലീൻ സ്ലേറ്റിൽ ഒരു നെഗോസിയേഷൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഇപ്പോഴാണെങ്കിൽ പോലും പിൻവാങ്ങാനുള്ള അവസരമുണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. തീർച്ചയായും. എന്തായാലും ചുങ്കം നൽകിക്കൊണ്ട് ചൈനീസ് കപ്പലുകൾ അവിടെ കടക്കുന്നു എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഒപ്പം ഇന്ത്യയുടെ 2 കപ്പലുകൾ കൂടി ഹോർമുസ് കടന്നിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയും വരുന്നുണ്ട്. ശ്രീ സജിമോൻ ആന്റണി, നോക്കൂ, ഇവിടെ ഇപ്പോൾ താങ്കൾ ആദ്യ അവസരത്തിൽ പറഞ്ഞു ഈ യുദ്ധം ഇതുവരെ ജയിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വധിച്ച് അമേരിക്കയും ഇസ്രയേലുമാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇറാന്റെ നിലപാട് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപും യുദ്ധം നടക്കുമ്പോഴും ഇപ്പോഴും എല്ലാം ഒന്നാണ് എന്ന് നമുക്ക് കാണാം. ട്രംപിന്റെ നിലപാടുകൾ ഓരോ ദിവസവും മാറി മാറി വരുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു തരത്തിലുള്ള ചർച്ചയുമില്ല എന്ന് പറഞ്ഞത് ട്രംപാണ്. നിരുപാധിക കീഴടങ്ങൽ വേണമെന്നാവശ്യപ്പെട്ടത് ട്രംപാണ്. ഇപ്പോൾ അവരോട് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞത് ട്രംപാണ്. ഇറാൻ പറയുന്നു ഞങ്ങൾ ആരുമായും ചർച്ച ചെയ്തിട്ടില്ല, അമേരിക്ക സ്വയം ചർച്ച നടത്തിയതായിരിക്കാം എന്ന് പറയുന്നു. ഇപ്പോഴും ട്രംപ് മുന്നോട്ട് വെച്ച യാതൊരു പദ്ധതികളും അംഗീകരിക്കില്ല. ഞങ്ങൾ സുസ്ഥിര സമാധാനത്തിന് വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള 5 കാര്യങ്ങൾ അംഗീകരിക്കാതെ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന ഉറച്ച നിലപാടാണ്. അപ്പോൾ നിലപാടുകൾ എന്നത് നോക്കുകയാണ് എങ്കിൽ മാറ്റിമറിച്ചിലുകൾ പറഞ്ഞത് വിഴുങ്ങേണ്ടി വരുന്നതൊക്കെ ട്രംപിനാണ് എന്ന് കാണാം. രണ്ടു ആദ്യം തന്നെ ഞാൻ ഒരു കറക്ഷൻ പറഞ്ഞോട്ടെ. യുദ്ധത്തിനകത്ത് ആരും ജയിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ്, എല്ലാവരും തോക്കുകയാണ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തേത് അതിന് ചേർത്ത് പറഞ്ഞ പോയിന്റ് ഇതാണ്, മിലിറ്ററിയിൽ നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ അമേരിക്ക ഈസ് വിന്നിങ്. ഓഫ് കോഴ്സ് യെസ്. കാരണം അത്രയും നാശനഷ്ടങ്ങൾ ഇറാനിൽ സുപ്രീം അതോറിറ്റി ഉൾപ്പെടെയുള്ള ലീഡർഷിപ്പ് 1, 2, 3, 4 ലെയറിലേക്ക് വന്ന് അതിനെ ആക്രമിച്ച് ഇല്ലാതാക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞു. മിലിറ്ററി താവളങ്ങളുടെ കാര്യം എടുക്കാനും എത്ര ഷിപ്പുകൾ എടുത്തു കഴിഞ്ഞാലും ഈവൻ എന്ത് പോണെങ്കിലും ഹ്യൂമൻ ലൈഫ് നഷ്ടമാകുന്നതിൽ ഐ റിയലി ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. പക്ഷെങ്കിൽ ഫാക്ട് എന്താണ്, 4600ഓളം ആൾക്കാരോട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു 90% ഇറാനിൽ നിന്നും അല്ലെ ലബനിൽ നിന്നുമാണ് എന്നുള്ളത് കാണാൻ പറ്റും. ആ ആസ്പെക്ടിൽ അമേരിക്ക ഇസ് വിന്നിങ്. ഓക്കെ. അപ്പം അതിനകത്ത് അമേരിക്ക ഹാസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി. മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് 276 സംതിങ് കുട്ടികളെ ആ സ്കൂളിനെ ആക്രമിച്ചത് ഉൾപ്പെടെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇഫ് അമേരിക്ക ആണെങ്കിൽ അമേരിക്ക അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തേ പറ്റത്തുള്ളൂ. അതിനകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നു. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് കവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അമേരിക്ക ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ എയിം ചെയ്യുന്നത് കർഗ് ഐലൻഡ് ആണ്. ജുവൽ ഓഫ് ക്രൗൺ അല്ലെങ്കിൽ ക്രൗൺ ജുവൽ ആണെന്ന് പറയുന്നതാണ് ഇറാന്റെ ഈ കർഗ് ഐലൻഡ്. അപ്പൊ ഈ 10,000 ഫോഴ്സിന്റെ റീഇൻഫോഴ്സ്മെന്റ് മൊത്തത്തിൽ ഒരു ഓൾ ഔട്ട് ഒരു കരയുദ്ധത്തിലേക്ക് ഇറാനിലേക്ക് വന്ന് 1-on-1 ഫൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥത്തിൽ ആയിരിക്കത്തില്ല. എന്നാൽ സ്ട്രാറ്റജിക് പോയിന്റ് ആയ കർഗ് ഐലൻഡ് അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ സൗത്ത് പാർക്ക് അങ്ങനെയുള്ള സ്പെസിഫിക് പോയിന്റുകളിലേക്ക് ലൊക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്തായിരിക്കും എന്നാണ് എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നത്. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ ഹോർമുസ് ഐലൻഡ്, സ്ട്രേറ്റ് ഹോർമുസ് എപ്പോഴും വളരെയധികം ഒരു നെർവാണ്, ഇൻ ദ സെൻസ് സെന്റർ ആണ്. അപ്പം അതിന് ചില ഓൾട്ടർനേറ്റീവ് ഇത് മുന്നേക്ക് പോവുകയാണെങ്കിൽ ലോകത്തിലെ എനർജി ക്രൈസിസിനെ എങ്ങനെ ഒരു പരിഹരിക്കുക അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഓൾട്ടർനേറ്റീവ് ടു ഹോർമുസ് എന്നുള്ള കാര്യത്തിലും ഇവിടെ അമേരിക്കയും സഖ്യകക്ഷികളും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതായിരിക്കും രണ്ടാമത്തേത്. മൂന്നാമത് എനിക്ക് പറയാനുള്ളത് ഒരു ഇലക്ഷൻ ഇമ്പാക്റ്റ്. എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്നതിനേക്കാളും ട്രംപിന് ഈ യുദ്ധം ജയിക്കാതെ പറ്റത്തില്ല എന്ന് പറയാൻ കാരണം, അതോടൊപ്പം നെതന്യാഹുവിനെ ജയിക്കാതെ പറ്റത്തില്ല നിലനിൽപ്പില്ല എന്ന് പറയാൻ കാരണം, 2 പേർക്കും ഒരു ഇലക്ഷൻ ഇമ്പാക്റ്റ് ഉണ്ട്. ഈ വർഷം ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ ഇവിടെ ഇലക്ഷൻ ഉണ്ട്. വിതിൻ ദിസ് സെയിം ഇയറിൽ നെതന്യാഹുവിന് ഇലക്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ ഒരു തോറ്റ ഒരു ഫേസുമായിട്ട് അവർക്ക് ആ ഇലക്ഷൻ ഒരിക്കലും ഫേസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് പറയുമ്പോൾ എനിക്കിത് ആഡ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു.
റിപ്പബ്ലിക്കൻ പാർട്ടി, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇലക്ഷൻ ആസ്പെക്ടിൽ ഇവിടെ ഓൾറെഡി തോറ്റു കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ഒരു 4 മാസമായിട്ട് ടാരിഫിന് ശേഷം എവിടെയൊക്കെ ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ വലിയൊരു പരാജയമാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമായിട്ട് ഇന്നലെ നടന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ഒരു ബൈ ഇലക്ഷന് ട്രംപിന്റെ ആസ്ഥാനമായ മാർലാഗോയിൽ അവിടെ പോലും 13% റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ എഡ്ജ് ഉണ്ടായിരുന്നതിന് അതിന് തോപ്പിച്ച ഡെമോക്രാറ്റിക് പാർട്ടി സർപ്രൈസ് ആയിട്ട് വിൻ ചെയ്യുക ഉണ്ടായി എന്ന് കാണാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവംബറിൽ വരാൻ പോകുന്ന ഒരു വലിയൊരു പരാജയത്തിലേക്കായിരിക്കും ട്രംപിന്റെ ഇപ്പോഴത്തെ സ്ട്രാറ്റജികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നാലാമത് എനിക്ക് പറയാനുള്ളത് ഡിഫറെന്റ് എയിംസ്. നാലാമത് പറയാനുള്ളത് ഡിഫറെന്റ് എയിംസിന്റെ കാര്യത്തെ പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ഓക്കെ, ഓഫ് കോഴ്സ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അനലൈസ് ചെയ്യുവാണെങ്കിൽ US അല്ലെങ്കിൽ ട്രംപിന്റെ എയിമും അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കും നെതന്യാഹുവിന്റെ സ്ട്രാറ്റജിയുമായിട്ട് ഒരു പൊടിക്ക് വ്യത്യാസം നമ്മൾ കണ്ടു. കാരണം ചില ഏരിയയിൽ ഡിസഗ്രിമെന്റ് ഉണ്ട് എന്ന് തോന്നിയാലും അതൊരു പാച്ചപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ. അപ്പം ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. രണ്ടുപേർ ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള കോർഡിനേഷൻ വളരെയധികം ആവശ്യമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ആവശ്യമാണ്. എന്നാൽ അതോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, US ഒരു പരിധി വരെ ഈ യുദ്ധത്തിൽ ഒറ്റപ്പെട്ടു എന്ന് പറയേണ്ടിയിരിക്കുന്നു എനിക്ക്. കാരണം US എന്ന് പറയുമ്പം ഇതിനു മുമ്പ് നമ്മൾ ഇറാഖിന്റെ കാര്യം എടുത്തോളൂ, വിയറ്റ്നാമിലെ കാര്യം എടുത്തോളൂ, അഫ്ഗാനിസ്ഥാനിലെ കാര്യം എടുത്തോളൂ. US എന്ന് പറയും യുഎസിന്റെ പുറകെ ഓസ്ട്രേലിയ, കാനഡ, എൻറ്റയർ നാറ്റോ കൺട്രീസ്, അങ്ങനെയുള്ള ഒരു പരിധി വരെ ഇന്ത്യ എന്താ പറയുക നിഷ്പക്ഷമാണ്. അപ്പം അങ്ങനെയുള്ള കുറെ ആൾക്കാർ, കുറെ രാജ്യങ്ങൾ, പ്രബലമായ രാജ്യങ്ങൾ US-നോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഇറാൻ യുദ്ധത്തിൽ നാറ്റോ കൺട്രികളും ഈ പറഞ്ഞ ഓസ്ട്രേലിയയും അല്ലെങ്കിൽ കാനഡയും അങ്ങനെയുള്ള സഖ്യകക്ഷികളും ഒക്കെ മൗനം പാലിക്കുകയോ അല്ലെങ്കിൽ ഇതിനോട് സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യുന്നതാണ് ലോങ് റണ്ണിൽ മേ ബി അറ്റ്ലീസ്റ്റ് ഫോർ ദി കപ്പിൾ ഓഫ് ഇയേഴ്സ് അതിനകത്തൊരു നെഗറ്റീവ് ഇമ്പാക്ട് അമേരിക്കയെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വേറെ ഒന്നുകൂടെ പറയാനുള്ളത്, ഈ ഇറാന്റെ ഒരു സ്ട്രാറ്റജിക്ക് അത്ര ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ റെനിക പറഞ്ഞു ട്രംപിന്റെ സ്ട്രാറ്റജിക്ക് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ട്രംപ് പറയുന്നത് പലപ്പോഴും ഒരു സ്ട്രാറ്റജിയുടെ പാർട്ടായിട്ട് തന്നെ കരുതിയാൽ മതി. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു വർഷം ട്രംപ് പറഞ്ഞതിനെ മുഖവിലേക്ക് എടുക്കാത്ത ഒരു എന്താ പറയുന്നത് ഒരു പലരും ഉണ്ടായിരുന്നു, മീഡിയ ഔട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു. ട്രംപ് പറയുന്നതിനെ മറ്റ് ലോക്കൽ രാഷ്ട്രങ്ങൾ ചിലപ്പോൾ മുഖവിലേക്ക് എടുക്കത്തില്ലായിരുന്നു, ഒരു ഫണ്ണി വേയിൽ എടുക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് പ്രൂവ് ചെയ്ത് പല ആക്ഷനിൽ പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്യും. വെദർ ആ പ്രവർത്തനം നല്ലതാണോ എന്നുള്ളത് ഡിബേറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വന്നു വരുമ്പോഴേക്കും ഒരു എന്താ പറയുന്നത് ഒരു ഇറാന്റെ കാര്യത്തിൽ ഒരു ഡീസെൻട്രലൈസ്ഡ് ഉണ്ട്. അതായത് സെൻട്രലൈസ്ഡ് ആയിട്ട് അമേരിക്കൻ ആർമിക്ക് അല്ലെ ഇസ്രായേൽ ആർമിക്ക് എതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ല ഇറാന്. കാരണം അവരുടെ ഒരു വലിയൊരു എന്താ പറയുക ഡിഗ്രഡേഷൻ വന്നത് കൊണ്ടിട്ട് ഡീസെൻട്രലൈസ് ചെയ്തു. അപ്പൊ അതിന്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒറ്റപ്പെട്ട മിസൈലുകൾ ഇസ്രായേലിലേക്ക് പോകുന്നു അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, അമേരിക്കൻ അസറ്റ്സിനെ ആക്രമിക്കുന്നു, ഇറാന്റെ അയൽ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. പക്ഷെ അതേസമയം വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട ആക്രമണങ്ങളിലേക്ക് ഒതുങ്ങാനേ ഇറാൻ ഇപ്പൊ കഴിയുന്നുള്ളൂ എന്നും കൂടെ നമുക്ക് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. രേണുക, എന്താണോ ഇസ്രായേൽ അമേരിക്കൻ സേന ലക്ഷ്യമിടുന്നത് അതിന് തത്തുല്യമായിട്ടുള്ള ആക്രമണങ്ങളാണ്, മെഷേർഡ് ആയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇറാൻ നൽകുന്നത്. അത് എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചാൽ എണ്ണപ്പാടങ്ങൾ, ജലശുദ്ധീകരണശാലയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഗൾഫ് മേഖലയിലെ ജലശുദ്ധീകരണശാലകൾ, അങ്ങനെ മെഷേർഡ് ആയിട്ടുള്ള അറ്റാക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല ഇവിടെ ഇപ്പോൾ താങ്കൾ ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഞാൻ ഇടപെട്ടു എന്ന് 60 തവണ പറഞ്ഞതാണ്. ഇന്ത്യ ഒരു ബാഹ്യശക്തിയും ഇടപെട്ടിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ആ പച്ചക്കള്ളം ആവർത്തിക്കുന്ന വ്യക്തിയാണ് ട്രംപ്. ഇപ്പോൾ പറയുന്നതല്ല പിന്നീട് പറയുന്നത്. അവസാനം പറഞ്ഞത് ഹോർമുസിൽ ഞാനും അയത്തുള്ളയും ചേർന്ന് പണം പിരിച്ചോളാം അല്ലെങ്കിൽ നിയന്ത്രിച്ചോളാം എന്ന് പറയുന്ന ട്രംപിനെയും കൂടി കണ്ടു. എന്തായാലും അതൊക്കെ ഒരു പരിഹാസ്യ കഥാപാത്രമായി ട്രംപ് മാറുന്നതിൻ്റെ സൂചനകളായിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. താങ്കൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ പരിമിതികൾ ഉണ്ടാകാം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷാബു, എനിക്ക് തോന്നുന്നു അടുത്ത ടേണിൽ പറയാം താങ്കളുടെ കാര്യമെന്നാണ്. ഞാൻ ഷിനാസിലേക്ക് പോവുകയാണ്. ശ്രീ ഷിനാസ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഈ നാറ്റോയുടെ സഹായം എന്നത് അമേരിക്ക തേടിയിരുന്നു, അത് കിട്ടിയില്ല. ഓസ്ട്രേലിയ സഹായിച്ചില്ല. അതുമാത്രമല്ല UAE ഇന്റർസെപ്റ്റ് മിസൈലുകൾ നൽകി സഹായിക്കുക എന്നൊരു സമീപനമാണ് എടുത്തത്. മേഖലയിലെ സമാധാനമാണ് ഞങ്ങൾക്ക് പ്രധാനം എന്നൊരു നിലപാടെടുക്കുന്നു. സമാനമായിരുന്നു അത് ദക്ഷിണ കൊറിയയുടേതായാലും ജപ്പാന്റെയും ഒക്കെ ഈ വിഷയത്തിലുള്ള നിലപാട് അങ്ങനെയായിരുന്നു. നേരത്തെ സജിമോൻ ആന്റണി തന്നെ പറയുന്നത് പോലെ അമേരിക്ക ഒറ്റപ്പെട്ടു എന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഈ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ കെടുതികൾ നേരിടുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളാണ്. ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചും ഈ വിഷയം എസ്കലേറ്റ് ചെയ്ത് പോകണ്ട,
അല്ലെങ്കിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുക എന്നതാണ് അവരുടെ താല്പര്യം എന്നതാണ് മനസ്സിലാകുന്നത്. ചർച്ചയിലൂടെ പരിഹരിക്കണം, നെഗോഷിയേഷൻസ് ഉണ്ടാകണം, ചർച്ചയുണ്ടാകണം, നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നതാണ് അവരുടെ താല്പര്യം എന്നതാണ് മനസ്സിലാകുന്നത്. ആ ഒരു ഘട്ടത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക, അത് കരയുദ്ധത്തിലേക്ക് കൊണ്ടുപോവുക, ഇറാനും ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു കരയുദ്ധം ഉണ്ടാവുക, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അതിൻ്റെ കെടുതി അനുഭവിക്കുക എന്നൊരു സാഹചര്യം സൃഷ്ടിക്കാൻ പറ്റുമോ? അങ്ങനെ സാധ്യമാകുമോ? അത് ലോകരാഷ്ട്രങ്ങൾ ഏതാണ്ട് മുഴുവൻ ഈ ഏതാണ്ട് 10-28 ദിവസം കഴിഞ്ഞ ഈ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിച്ചു തുടങ്ങി. നമ്മുടെ ഇന്ത്യക്ക് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. ഇപ്പോ തായ്വാൻ, ഞാൻ 2 ഉദാഹരണങ്ങൾ, തായ്വാനും ദക്ഷിണ കൊറിയയും അവരുടെ വ്യാവസായിക ഉൽപാദനത്തിന്റെ ജീവനാഡി എന്ന് പറയുന്നത് ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതകമാണ്. അപ്പോ അവിടെയാണ് ചിപ്പും AI ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രകൃതിവാതകം ഉപയോഗിച്ചുള്ള അത്യാധുനിക ഫാക്ടറികളിലാണ് നിർമ്മിക്കുന്നത്. ഖത്തർ അവരോട് പറഞ്ഞിരിക്കുന്നത് 5 കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് മുൻ നിശ്ചയിച്ച പ്രകാരം പ്രകൃതിവാതകം നൽകാൻ ഇനി പറ്റിയേക്കില്ല എന്നാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, തായ്വാന്റെയും സൗത്ത് കൊറിയയുടെയും കാര്യമാണ്. അങ്ങനെ ആ പ്രകൃതിവാതകം, അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളുടെ ഏറ്റവും മുഖ്യ ഘടകമാണ് നൈട്രജൻ. ഈ നൈട്രജൻ വിതരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലപാതയാണ് ഹോർമുസ്. അപ്പോ ഹോർമുസിൽ ട്രംപ് പറഞ്ഞു എനിക്ക് വലിയൊരു സമ്മാനം കിട്ടി ഇറാനിൽ നിന്ന്. 2 ദിവസമായിട്ട് പറഞ്ഞു സമ്മാനം എന്താണെന്ന് പറഞ്ഞില്ല. ഇന്നാണ് സമ്മാനം എന്താണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്താണ് 10 കപ്പലുകളെ, അത് LPG ആയിരിക്കാം അല്ലെങ്കിൽ എണ്ണ കപ്പലുകളായിരിക്കാം, 10 എണ്ണ കപ്പലുകളെ ഇറാൻ ഹോർമൂസ് വഴി കടന്നു പോകാൻ അനുവദിച്ചു. അതാണ് ട്രംപ് പറഞ്ഞ വലിയ സമ്മാനം. ഈ 10 കപ്പലുകളല്ല, 2000 കപ്പലുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. 2000. ഈ 2000-ൽ 10 ആണ് ഇറാനെ സംബന്ധിച്ച്. ഈ 2000-ൽ വെറും 10 ട്രംപ് പറഞ്ഞ ഇറാൻ തന്ന വലിയ സമ്മാനമായി കാണുന്നത്. 2000 കുടുങ്ങിക്കിടക്കുന്നു. 2000 കുടുങ്ങിക്കിടക്കുന്നു. 10 കപ്പലുകൾ ഹോർമൂസ് വഴി കടന്നു പോകാൻ ഇറാൻ അനുവദിച്ചതിനെയാണ് ട്രംപ് തനിക്ക് ഇറാൻ നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിലമതിക്കാനാവാത്ത സമ്മാനം. പക്ഷെ 2000 കപ്പലുകളിൽ 10 എണ്ണം മാത്രമാണ് പോയത്. അതിൽ ഇന്ത്യയുടെ കപ്പലുണ്ട്, ചൈനയുടെ കപ്പലുണ്ട്, വേറെയും കപ്പലുകൾ ഉണ്ടാവും 10 എണ്ണം. ഇപ്പോൾ എന്താ വെച്ചാൽ ഹോർമൂസിന് മേലുള്ള ആധിപത്യം, അതായത് ഹോർമൂസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട എണ്ണയുടെ 20%, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നൈട്രോജൻ വിതരണത്തിന്റെ LPG-യുടെ. അപ്പൊ ഹോർമൂസിന്റെ ആധിപത്യം ഇന്നലെ ഹൂത്തികളുടെ പ്രസ്താവന ഉണ്ടായിരുന്നു. ഇറാനിൽ അമേരിക്ക കരയുദ്ധം തുടങ്ങിയാൽ തങ്ങൾ ബാബുൽ മന്ദിബ് ചെങ്കടലിലേക്ക് ഉള്ള തെക്കൻ കവാടം അത് ഇതുപോലെ തടയും. എന്ന് വെച്ചാൽ 2 ഭാഗത്തും ഹൂത്തികൾ കരയുദ്ധം ആരംഭിച്ചാൽ തങ്ങൾ ബാബുൽ മന്ദിബ് സ്ട്രൈറ്റ് തടയും എന്ന് ഹൂത്തികൾക്ക് 2019 മുതൽ തടഞ്ഞുള്ള ചരിത്രമുണ്ട്. അവരെ ആ രീതിയിൽ അവർ തടയാൻ വിചാരിച്ചാൽ അവിടെയും ഡിസ്റപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഈ കരയുദ്ധം നേരത്തെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അത്ര അനായാസമായിട്ടുള്ള കരയുദ്ധമല്ല. ഇറാഖും അഫ്ഗാനിസ്ഥാനും കൂടിച്ചേർന്നാൽ ഉള്ളതിനേക്കാൾ വലിയ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് ഇറാൻ. പറഞ്ഞ പോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ആ ടെറൈൻ, ആ പർവ്വത ശൃംഗങ്ങളും അതൊക്കെയുള്ള ജിയോഗ്രഫി, ഭൂമിശാസ്ത്രവും ഇറാനുണ്ട്. ഇറാന്റെ അതിർത്തി എന്ന് പറയുന്നത് തുർക്കി, ആർമേനിയ, അസർബൈജാൻ, അതുപോലെ തന്നെ ഇറാഖ്, തുർക്ക്മെനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇതൊക്കെ ഇറാന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇപ്പൊ കരയുദ്ധം എന്ന് പറഞ്ഞാൽ 10,000 മറീനുകൾ വെച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. ഈ മറീനുകൾ പുറപ്പെട്ടത് കാർഗോ, അതുപോലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളോ പിടിച്ചെടുക്കാനോ
അല്ലെങ്കിൽ 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. അത് എവിടെയാണെന്ന് ഇവർക്ക് അറിയാമെങ്കിൽ അത് കൊണ്ടുപോകാനോ ഒക്കെയുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ഓപ്പറേഷൻസിനായിരിക്കും. കരയുദ്ധത്തിന് 10,000-കണക്കിന് പോരാ, ലക്ഷക്കണക്കിന് സൈനികർ തന്നെ വേണം. അത് ഒന്നുകിൽ ഇറാഖിലൂടെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ആ ഭാഗത്തുകൂടെയോ നടത്താൻ പറ്റുകയുള്ളൂ. അസർബൈജാൻ സമ്മതിക്കില്ല, ആർമേനിയ സമ്മതിക്കില്ല, തുർക്കി സമ്മതിക്കില്ല. ഇറാഖിലെ വടക്കൻ മേഖലയിലെ കുർദിസ്ഥാൻ സ്വയംഭരണ മേഖലയുണ്ട്. ആ കുർദിസ്ഥാനിലെ കുർദിഷ് വിഭാഗക്കാര്, ഇറാഖിലെ കുർദിഷ് വിഭാഗക്കാരും ഇറാഖ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കുർദിഷ് വിഭാഗക്കാരും അങ്ങനെ സംഘടിപ്പിച്ച് ഇവർക്ക് ആയുധങ്ങളും മറ്റു സന്നാഹങ്ങളും നൽകി ഒരു കരയുദ്ധത്തിന് വേണമെങ്കിൽ അമേരിക്കക്ക് ശ്രമിക്കാം. എന്നാൽ പോലും ഇറാഖിനെ പോലെ ഇറാഖിലൊരു സെൻട്രലൈസ്ഡ് അതോറിറ്റി സദ്ദാം ഹുസൈനാണ്. അപ്പൊ ആ സെൻട്രൽ അതോറിറ്റി വീണപ്പോൾ മൊത്തം ചിഹ്ന ഭിന്നമായി. പക്ഷെ ഇറാഖിൽ നമ്മൾ ഈ സെൻട്രൽ അതോറിറ്റി ഏറ്റവും പരമാധികാരി വധിക്കപ്പെട്ടപ്പോൾ, പരമാധികാരിക്ക് താഴെയുള്ള പരമാധികാരികൾ വധിക്കപ്പെട്ടപ്പോൾ, ഇപ്പോൾ അങ്ങനെയൊക്കെ വധിക്കപ്പെട്ടപ്പോഴും ഇറാഖിനെ പോലെ തകർന്ന് തരിപ്പണമായില്ല. അവർക്ക് പ്രത്യാക്രമണം കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് ഇപ്പോഴും നടത്താൻ സാധിക്കുന്നു എന്ന് തന്നെ കാണിക്കുന്നത് അവരുടെ വികേന്ദ്രീകൃത മൊസായിക് എന്നൊക്കെയാണ് പത്രങ്ങൾ, മൊസായിക് സ്ട്രക്ചർ ഒരു 32 മേഖലകളായി തിരിച്ച് വികേന്ദ്രീകൃതമായി വളരെ പൂർവ്വനിശ്ചിതമായി തന്നെ യാതൊരു മേലധികാരിയിൽ നിന്നും മേൽത്തട്ടിൽ നിന്നും ആക്രമണങ്ങളെ ഈ രീതിയിൽ ചെറുത്ത 28ാം ദിവസവും ചെറുക്കുന്ന ഇറാനെ സംബന്ധിച്ച് കരയുദ്ധം എന്നത് അവർക്ക് കുറച്ചുകൂടി ഈസിയായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊരു സാഹചര്യമാണ്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ഇടപെടുന്നത്, എന്നോട് ക്ഷമിക്കുക. ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ നേരത്തെ പറയാൻ വന്ന കാര്യം പൂർത്തീകരിക്കാം. അതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥന്റെ റോൾ ചമഞ്ഞ് ഒരു പ്രതിച്ഛായ നന്നാക്കലിന് പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ട്രംപ് മോദിയെ വിളിച്ച്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ഈ വിഷയം സംസാരിച്ചിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം വന്നതാണ്. ഇന്ത്യ ഒരു മധ്യസ്ഥ റോൾ എന്തായാലും സ്വീകരിക്കില്ല എന്നത് ജയശങ്കർ ഉൾപ്പെടെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നറിയുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഈ ഇടപെടൽ മേഖലയിൽ ഉരുത്തിരിയുന്ന സാഹചര്യങ്ങൾ, ഇന്ത്യക്കുണ്ടാകുന്ന പ്രതിസന്ധി, ഈ വിഷയങ്ങൾ എങ്ങനെ കാണണം ഇന്ത്യ, കരുതണം ഇന്ത്യ എന്നാണ് താങ്കൾ കരുതുന്നത്? അങ്ങനെ ഒരു കാര്യം കേട്ടായി. ഇപ്പം ശ്രീ റജിമോൻ ആന്റണി ഈ വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞു. എന്റെ അറിവിൽ അടുത്ത അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാൻ പോകുന്നത് 2028-ലാണ് എന്നാണ്. ഈ വർഷം ഇടക്കാല തെരഞ്ഞെടുപ്പ്, ഷാബ് പ്രസാദ്, ഇടക്കാല തെരഞ്ഞെടുപ്പ്. അതിനകത്ത് സെനറ്റും ഇവിടുത്തെ ഒരു എക്സ്പെക്ടേഷൻ സെനറ്റും കോൺഗ്രസും മജോറിറ്റി ട്രംപിന് നഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഓക്കെ ക്ലിയർ. ഞാനത് ആ ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു, അതായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇവിടെ അദ്ദേഹം ഇവിടെ പറഞ്ഞു ഈ കരയുദ്ധം എളുപ്പമാവില്ല എന്ന്. ഒരിക്കലും എളുപ്പമൊന്നുമില്ല. യുദ്ധം എന്ന് പറയുന്ന കരയുദ്ധം എളുപ്പമാവുന്ന കാര്യമൊന്നും അല്ല അത്. കാര്യം വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അമേരിക്ക വളരെ വിദഗ്ധമായിട്ട് തന്നെ ഈ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പൊ ആ അനുഭവങ്ങളും വ്യക്തമായ പ്ലാനിങ്ങും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇവർ ഒരുപക്ഷെ യുദ്ധത്തിന് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ഇറാഖിലെ സെൻട്രൽ അതോറിറ്റി വീണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എപ്പോഴാണ് ഇറാഖിന്റെ സെൻട്രൽ അതോറിറ്റി ആത്യന്തികമായിട്ട് വീണത്? കരയുദ്ധത്തിന് ശേഷമാണ്, വ്യോമാക്രമണത്തിൽ കൂടെ അല്ല. കരയുദ്ധത്തിൽ കൂടെ ബാഗ്ദാദിൽ കയറിയതിന് ശേഷം, അതിനുശേഷമാണ് അത് നടന്നത്. ആ ഒരു സ്റ്റേജിലേക്ക് ഈ യുദ്ധം ഇതുവരെ എത്തിയിട്ടില്ല. അതിനൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി സമയമെടുത്തേക്കും. അത് തന്നെ അത് സംഭവിച്ചേ പറ്റുള്ളൂ. ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. തീർച്ചയായും അതിൻ്റെ അത് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ ഒരു യുദ്ധം ഈസി വാക്കോറൊന്നുമല്ല. അത് എത്ര വലിയ ലോകശക്തിയായാലും ശരി. പിന്നെ അവിടേക്ക് മറീനുകൾ മാത്രമല്ലല്ലോ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എന്തായാലും ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 50,000 സൈനികരെങ്കിലും ഇല്ലാതെ ഒരു കരയുദ്ധത്തിന് പോകാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ട ഒരു ടൈമാണ് ഇപ്പൊ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്ന ഇന്ത്യ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരം പാകിസ്ഥാൻ കൈക്കലാക്കി ഒരു മധ്യസ്ഥത വഹിച്ചുകൊണ്ട് എന്നൊക്കെ ആ രീതിയിലുള്ള പല നറേറ്റീവുകൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ഇന്ത്യയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയും ഇന്ത്യയുടെ ജനങ്ങളുമാണ്. ഇവിടുത്തെ സുരക്ഷയാണ്, ആഭ്യന്തര സുരക്ഷ, ഊർജ്ജ സുരക്ഷ
ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമുള്ള അന്താരാഷ്ട്ര മീഡിയേഷനുകൾക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ള വളരെ സുചിന്തിതമായ നിലപാട് ആണ് ഇന്ത്യയുടേത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവരാകപ്പാടെ നാണം കെട്ട് നാറി തെണ്ടി കുത്തുവാള എടുത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ചാൻസിൽ എവിടെയെങ്കിലും കുറച്ചൊരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് അവർക്കത് ചെയ്യാം. പക്ഷെ ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യക്ക് ഇവിടെ 140 കോടി ജനങ്ങളുണ്ട്. ഈ രാജ്യത്തിന്റെ, ഈ വലിയ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയുണ്ട്, ആഭ്യന്തര സുരക്ഷയുണ്ട്. ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലെ, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന്, 1 കോടിക്കടുത്തുള്ള ഇന്ത്യക്കാരുണ്ട്. അവരുടെ സുരക്ഷാ താല്പര്യങ്ങളുണ്ട്, അവരുടെ സുരക്ഷയുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യക്ക് ഉത്തരവാദിത്തത്തോടുകൂടി പ്രയോറിറ്റി ലിസ്റ്റിലുള്ളപ്പം ഇവർ തമ്മിൽ അടിക്കുകയാണെങ്കിൽ തൽക്കാലം അവർ തമ്മിൽ തീർക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ചാടാൻ ഇന്ത്യക്ക് ഇപ്പൊ തൽക്കാലം താല്പര്യമില്ല. അതാണ് കാര്യം. ഒരിക്കല് ചെന്ന് വീണ്ടും വിചാരം അധികം വീണ്ടും വിചാരത്തോടു കൂടി അല്ലാതെ ശ്രീലങ്കയിൽ പോയി ചെന്ന് തല വെച്ച് നാണം കെട്ട് പിൻവാങ്ങേണ്ടി വന്ന ഒരു നാണം കെട്ട ചരിത്രം നമുക്കുണ്ട്. ഒരു പ്രധാനമന്ത്രി അവിടെ പോയി ഉച്ചാന്തലയ്ക്ക് അടിമേടിച്ചുകൊണ്ട് വന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ വലിയ പാഠങ്ങളാണ്. ആ ചരിത്രത്തിന് കാര്യം അതിൽ നിന്നൊക്കെ വളരെ പഠിച്ചതിന് ശേഷമേ ഈ അന്താരാഷ്ട്ര കോൺഫ്ലിക്റ്റുകളിലൊക്കെ ചെന്ന് മധ്യസ്ഥന്റെ റോളും അല്ലെങ്കിൽ ചെന്ന് ഈ തല വെക്കാൻ പാടുള്ളൂ എന്നുള്ളത് അതിനുശേഷം ഇന്ത്യ പഠിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷിച്ചേ ചെയ്യാൻ കഴിയുള്ളൂ. അത് പിന്നെ ഒരു മധ്യസ്ഥന്റെ റോൾ വഹിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന എല്ലാ പാർട്ടികളും ഒരുപോലെ ആവശ്യപ്പെടുകയും അവരുടെ ഒരു വിശ്വാസ്യതയൊക്കെ ഉണ്ടാവുകയും വേണം. അല്ലാതെ ഞാൻ മധ്യസ്ഥ വഹിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് ചാടാനൊന്നും കഴിയില്ല അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ. തൽക്കാലം ഇന്ത്യയുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് രാജ്യവും രാജ്യ താല്പര്യങ്ങളും ഊർജ്ജ സുരക്ഷയും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ഒക്കെ തന്നെ. തീർച്ചയായും അപ്പോൾ തന്നെ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന ഒരു സന്ദേശം ഇന്ത്യ നൽകുന്നുമുണ്ട്. എന്തായാലും ചർച്ചകൾക്കിടയിൽ തന്നെ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സമാധാന ദൗത്യങ്ങളിൽ വിശ്വാസമില്ല എന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുന്നത്. ഇനിയും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന ഒരു നയമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറാൻ സ്വീകരിക്കുന്നത്. കരയുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന വലിയ അഭ്യൂഹങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സമാധാനമാണ് വേണ്ടത്. 10 ദിവസത്തേക്ക് വെടിനിർത്തൽ എന്ന് പറയുമ്പോഴും ആക്രമണങ്ങൾ ഇപ്പോൾ തുടരുന്നതാണ് നമ്മൾ കാണുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. വെടിനിർത്തൽ കരയുദ്ധത്തിന് തയ്യാറെടുപ്പോ എന്നതായിരുന്നു നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചത്. അതേന്ന് പറയുന്നു 73% പേർ, അല്ല എന്ന് പറയുന്നത് 22% പേർ മാത്രം. നിഷ്പക്ഷമായ അഭിപ്രായം രേഖപ്പെടുത്തിയത് 4% പേർ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.